Dear students, welcome to the next physics class. കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് dipole moment, field along the axial line of an electric dipole തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോയിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായി വളരെ പ്രധാനപ്പെട്ട രണ്ട് ഡെറിവേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് electric field along the equatorial line of an electric dipole. രണ്ടാമത്തേത് dipole in a uniform external field. രണ്ട് ഡെറിവേഷൻസും കാണുന്നതിനോടൊപ്പം അത് എഴുതി നോക്കുക കൂടി വേണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡെറിവേഷൻ electric field along the equatorial line of an electric dipole. Electric field along the equatorial line of an electric dipole. നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഡൈപോൾ consists of two charges plus q and minus q separated by a distance 2a. O is the center of the dipole. P is a point along the equatorial line at a distance r from the center of the dipole. ഇവിടെ equatorial line എന്ന് പറയുന്നത് is the perpendicular bisector. അതായത് ഡൈപോളിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായി അതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ വരയാണ് ഇക്വറ്റോറിയൽ ലൈൻ. പി എന്ന് പറയുന്ന പോയിന്റ് ഇക്വറ്റോറിയൽ ലൈനിൽ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും ആർ എന്നുള്ള ഡിസ്റ്റൻസ് അകലെയാണ്. The net field at P is the vector sum of the fields due to plus q and minus q by the superposition principle. പിയിലെ ആകെ ഫീൽഡ് എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജുകൾ കൊണ്ടും ഉണ്ടാകുന്ന ഫീൽഡുകളുടെ വെക്റ്റർ സമ്മാണ്. ഫിഗറിൽ നിന്ന് നമുക്ക് കാണാം ഈ രണ്ട് ചാർജുകളിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒ പി ബി എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് കാണാം ഒ ബി ഇസ് എ ആൻഡ് ഒ പി ഇസ് ആർ. Using Pythagoras theorem, hypotenuse is root of r square plus a square. അടുത്തതായി ഓരോ ചാർജ് കൊണ്ടും ഫീൽഡ് ഉണ്ടാകുന്ന ഫീൽഡിനുള്ള ഇക്വേഷൻസ് ആണ്. ആദ്യം പ്ലസ് ക്യൂ ചാർജ് കൊണ്ട് ഫീൽഡ് ഉണ്ടാകുന്ന ഫീൽഡ് ഈ പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1/4πε0 q divided by r square plus a square. ഇതാണ് പ്ലസ് ക്യൂ കൊണ്ടുണ്ടാകുന്ന ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ ഡിറക്ഷൻ ഇസ് along BP. ഇത് ഒരു പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇതുകൊണ്ടുണ്ടാകുന്ന ഫീൽഡിൻ്റെ ഡിറക്ഷൻ ചാർജിൽ നിന്നും ആ പോയിന്റിലേക്ക് ഡയറക്റ്റഡ് ആയിരിക്കും. അതായത് along BP. ഇതാണ് ഡിറക്ഷൻ. ഇനി ഇതുപോലെ മൈനസ് ക്യൂ ചാർജ് കൊണ്ട് ഫീൽഡ് ഉണ്ടാകുന്ന ഫീൽഡിൻ്റെ ഡിറക്ഷൻ മാഗ്നിറ്റ്യൂഡ് ഇസ് ഈ മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു 1/4πε0 q divided by r square plus a square and its direction is along PA. ഈ മൈനസ് ക്യൂവിൻ്റെ ഡിറക്ഷൻ PAയിലേക്കായിരിക്കും. ഇതൊരു നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവിടെ ഫീൽഡിൻ്റെ ഡിറക്ഷൻ ആ പോയിന്റിൽ നിന്നും ചാർജിലേക്ക് ഡിറക്റ്റഡ് ആണ്. അതായത് ഇതാണ് ഫീൽഡിൻ്റെ ഡിറക്ഷൻ, ഈ മൈനസ് ക്യൂവിൻ്റെ ഡിറക്ഷൻ. ഫ്രം ഇക്വേഷൻസ് 1 and 2 നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ മൈനസ് ക്യൂ. രണ്ട് ഫീൽഡുകളും മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആണ്.
ഡയറക്ഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. The net field at P is the vector sum of the fields. രണ്ട് ഫീൽഡുകളുടെയും കൂടെ വെക്റ്റർ സം ആയിരിക്കും പിയിലെ ആകെ ഫീൽഡ്. അതിനുവേണ്ടി രണ്ട് വെക്ടേഴ്സിനെയും റിസോൾവ് ചെയ്യുമ്പോൾ ആദ്യം ഇ പ്ലസ് ക്യൂവിനെ റിസോൾവ് ചെയ്യുന്നു. വി ഗെറ്റ് ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ വെർട്ടിക്കലി അപ്വേർഡ്സ് ആൻഡ് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ ഹൊറിസോണ്ടലി. ആദ്യം ഇ പ്ലസ് ക്യൂവിനെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വെർട്ടിക്കലായി മുകളിലേക്ക് ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ എന്നുള്ള കമ്പോണൻറ്റ് കിട്ടും. അതുപോലെ ഹൊറിസോണ്ടലായി ഇ പ്ലസ് ക്യൂ കോസ് തീറ്റയും കിട്ടും. ഇനി ഇതുപോലെ ഈ മൈനസ് ക്യൂ വെക്ടറിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ എന്നുള്ള കോമ്പോണൻറ്റ് വെർട്ടിക്കലായും ഹൊറിസോണ്ടലായി ഈ മൈനസ് ക്യൂ കോസ് തീറ്റയും കിട്ടും. അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സിനെയും റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ 4 കമ്പോണൻറ്റ്സ് കിട്ടും. ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ വെർട്ടിക്കലി അപ്വേർഡ്സ്, ഇ മൈനസ് ക്യൂ സൈൻ തീറ്റ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആൻഡ് ഹൊറിസോണ്ടലി ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ പ്ലസ് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ. ഈ 4 കമ്പോണൻസിൻ്റെയും കൂടെ സം ആയിരിക്കും പിയിലെ ആകെ ഫീൽഡ്. ഈ 4 കമ്പോണൻസ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം വെർട്ടിക്കൽ കമ്പോണൻസ് ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ ആൻഡ് ഇ മൈനസ് ക്യൂ സൈൻ തീറ്റ, ദേ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ direction, so they cancels, and the horizontal components e plus q cos theta and e minus q cos theta gets added up. അതായത് ഈ 4 കമ്പോണൻസ് കൂടി ആഡ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ കമ്പോണൻസ് മാഗ്നിറ്റ്യൂഡിൽ ഈക്വലും ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയതുകൊണ്ട് ദേ ക്യാൻസൽസ് and the horizontal components ന്റെ സം ആയിരിക്കും പിയിലെ ആകെ ഫീൽഡ്. So the net field at P is equal to E plus Q cos theta plus E minus Q cos theta. ഇതായിരിക്കും നെറ്റ് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ ഡിറക്ഷൻ നമുക്ക് ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഈ ഡിറക്ഷനിലായിരിക്കും. അതായത് പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്കായിരിക്കും നെറ്റ് ഫീൽഡിൻ്റെ ഡിറക്ഷൻ. നമ്മൾ പറയും ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ നമുക്ക് നെറ്റ് ഫീൽഡ് ഇസ് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ പ്ലസ് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ. ഫ്രം ഇക്വേഷൻസ് 1 and 2 we know that magnitude of E plus Q is equal to magnitude of E minus Q. So the equation becomes magnitude of net field is equal to 2E plus Q cos theta plus E plus Q നുള്ള ഇക്വേഷൻ നമ്മുടെ ഇക്വേഷൻ 1 നമുക്ക് യൂസ് ചെയ്യാം. ഇനി cos തീറ്റയ്ക്ക് നമുക്ക് ഫിഗറിൽ നിന്നും cos തീറ്റ ഈ ആംഗിൾ തീറ്റയാണ്. So cos theta is adjacent side A divided by hypotenuse root of r square plus a square. So ഫിഗറിൽ നിന്ന് നമുക്ക് cos തീറ്റയ്ക്കുള്ള ഇക്വേഷൻ കിട്ടും. cos theta is A divided by root of r square plus a square. വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ the net field at P is 2 into 1 by 4 pi epsilon naught into Q divided by r square plus a square into A divided by root of r square plus a square. ഇവിടെ 2a into Q is P, the dipole moment. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ net field at P is 1 by 4 pi epsilon naught P divided by
r square plus a square whole raised to 3/2. നമുക്ക് ഇക്വറ്റോറിയൽ ലൈനിൽ r എന്നുള്ള ഡിസ്റ്റൻസ് അകലെയുള്ള ഫീൽഡിനുള്ള ഇക്വേഷൻ ഇതാണ്. 1/4πε0 p divided by r square plus a square whole raised to 3/2. ഇതാണ് ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡിനുള്ള ജനറൽ ഇക്വേഷൻ. ഇനി for a short dipole or a point dipole in the case, dipole length is very small. So A is much less than R. എന്ന assumption എടുക്കുമ്പോൾ equation ഇങ്ങനെ മാറും. P is 1/4πε0 P divided by R square whole raised to 3/2. ഇവിടെ A square എന്നുള്ള ടേമിനെ ഒഴിവാക്കിയതാണ്. That is, the net field at P for a point dipole is 1/4πε0 P divided by R cube. ഇത് ഒരു പോയിന്റ് ഡൈപോളിന്റെ കേസിൽ മാത്രമേ ഇക്വേഷൻ യൂസ് ചെയ്യാറുള്ളൂ. ഇനി ഫീൽഡിന്റെ ഡിറക്ഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഫിഗറിൽ നിന്ന് നമുക്ക് കാണാം. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആണ് നെറ്റ് ഫീൽഡിന്റെ ഡിറക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ നോക്കുക, ഫിഗറിൽ പിയിൽ നിന്ന് നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലേക്കാണ്. നമുക്ക് പറയാം പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്ക് ഡിറക്റ്റഡ് ആണ് ഇവിടുത്തെ നെറ്റ് ഫീൽഡ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡൈപോൾ മൊമെന്റ്. So the net field is opposite to the dipole moment. That is, it is from the positive charge to the negative charge. So the net field along the equatorial line of an electric dipole is equal to 1/4πε0 P divided by R cube opposite to P cap. അടുത്തതായി ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും ഫീൽഡുകളുടെ ഒരു കമ്പാരിസൺ ആണ്. ഫീൽഡ് അലോങ് ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ ലൈൻസ്. ഒരു പോയിന്റ് ഡൈപോളിന്റെ കേസിൽ ഫീൽഡ് അലോങ് ദി ആക്സിയൽ ലൈൻ ഇസ് 1/4πε0 2p divided by r cube in the direction of dipole moment. In equatorial line field for a point dipole is 1/4πε0 p divided by r cube opposite to the direction of dipole moment. ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് കാണാം ആക്സിയൽ ലൈനിലെ ഫീൽഡ് is 2 times that along the equatorial line. And they are opposite in directions. Axial ലൈനിൽ ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡിറക്ഷനിലേക്കും അതുപോലെ ഇക്വറ്റോറിയൽ ലൈനിൽ ഡൈപോൾ മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കുമായിരിക്കും ഫീൽഡ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫീൽഡ് അലോങ് ദി ആക്സിയൽ ലൈൻ ഇസ് ഈക്വൽ ടു 2 into the field along the equatorial line. അടുത്തതായി നമ്മുടെ രണ്ടാമത്തെ ഡെറിവേഷൻ ആണ് ഡൈപോൾ ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഉള്ളൊരു ഡൈപോളാണ് എ ബി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ചാർജസ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. ഇവിടെ ഈ സ്ട്രെയിറ്റ് പാരലൽ ലൈൻസ് represents a uniform field vector E. ഈക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പാരലൽ ലൈൻസ് കൊണ്ടാണ് ഒരു യൂണിഫോം ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പാരലൽ ലൈൻസ് ഒരു യൂണിഫോം ഫീൽഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് ഇ. ഈ രണ്ട് ചാർജുകളും ഫീൽഡിൽ ഇരിക്കുന്ന രണ്ട് ചാർജുകളും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ക്യൂ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇ ഇൻറ്റു ക്യൂ ആണ്.
in the direction of P. ഫീൽഡിൻ്റെ അതേ ഡിറക്ഷനിൽ E into Q എന്നുള്ളതാണ് പ്ലസ് Q ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ഇനി മൈനസ് Q ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് മാഗ്നിറ്റ്യൂഡിൽ ഇത് തന്നെയാണ് E into Q, ബട്ട് ഇറ്റ് ഇസ് ഓപ്പോസിറ്റ് ഇൻ ഡിറക്ഷൻ. ഇപ്പോൾ രണ്ട് ചാർജുകളും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സുകൾ മാഗ്നിറ്റ്യൂഡിൽ ഒന്ന് തന്നെയാണ് E into Q, but they are opposite in direction. അങ്ങനെ വരുമ്പോൾ the total force or the net force on the dipole is 0. അല്ലേ, രണ്ട് ഫോഴ്സുകളും കൂടി ആഡ് ചെയ്യുമ്പോൾ we get 0. So there is no linear motion for the dipole in the field. പക്ഷേ these two equal and opposite forces act as a couple and the couple produces a torque. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് എലോങ് ഡിഫറെൻറ്റ് ലൈൻസ് ഓഫ് ആക്ഷൻ ഒരു കപ്പിളായി ആക്ട് ചെയ്യുമെന്നും ഒരു കപ്പിൾ ഒരു ടോർക്ക് ഉണ്ടാക്കുമെന്നും ഒക്കെ നമ്മുടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ടോർക്കിനുള്ള റിലേഷൻ ഇതാണ്, ഫോഴ്സ് into perpendicular distance between the forces. Torque is force into perpendicular distance എന്നാണ് റിലേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗറിൽ കാണാം രണ്ട് ഫോഴ്സുകളുടെയും ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് BC ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. BC എന്ന് പറയുന്നത് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. സോ ഓപ്പോസിറ്റ് സൈഡ് ഇസ് ഹൈപ്പോട്ടന്യൂസ് ഇൻടു സൈൻ തീറ്റ. അങ്ങനെ നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് എന്ന് പറയുന്നത് 2a സൈൻ തീറ്റ. നമ്മൾ ടോർക്കിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടോർക്ക് ഇസ് ഫോഴ്സിന് പകരം E into Q, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് 2a സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമുക്കറിയാം 2a into Q is P, ഡൈപോൾ മൊമെൻ്റ് ആണ്. അപ്പോൾ 2a into Qന് പകരം P എന്ന് കൊടുക്കുമ്പോൾ സോ ടോർക്ക് ഇസ് ഈക്വൽ ടു PE സൈൻ തീറ്റ. ഇവിടെ ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതാണ്, ഇറ്റ് ഇസ് PE സൈൻ തീറ്റ. ഇനി ഇതിനെ വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ വെക്റ്റർ ടോർക്ക് ഇസ് ഈക്വൽ ടു വെക്റ്റർ P ക്രോസ് വെക്റ്റർ E. Torque is the cross product of dipole moment and electric field intensity. And the direction of torque is perpendicular to both vector P and vector E. നമ്മൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളിൽ വെക്റ്റർ പ്രോഡക്റ്റ് പഠിച്ച സമയത്ത് വെക്റ്റർ A ക്രോസ് Bയുടെ direction is given by right-handed screw rule. It is perpendicular to the plane containing vector A and vector B എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടെ ടോർക്കിൻ്റെ direction is perpendicular to both the dipole moment and electric field intensity. അടുത്തത് രണ്ട് കേസസ് ആണ്. കേസ് 1, if the dipole is parallel to the field, then the dipole ഫീൽഡിന് പാരലൽ ആകുന്ന കേസിൽ കാണാം theta is 0. So torque magnitude is PE sin 0. Sin 0 is 0. So torque is 0. ഇനി രണ്ടാമത്തെ കേസിൽ if the dipole is perpendicular to the field, dipole ഫീൽഡിന് പെർപെൻഡിക്കുലർ ആകുന്ന കേസിൽ theta is 90 degree. So torque is maximum, that is PE sin 90. Sin 90 is 1. So torque maximum is P into E. അടുത്തത്
ഡൈപോൾ ഇൻ എ നോൺ യൂണിഫോം ഫീൽഡാണ്. നമ്മൾ കണ്ടു ഒരു യൂണിഫോം ഫീൽഡിൽ നെറ്റ് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ ഇസ് 0. പക്ഷെ അവിടെ ഒരു ടോർക്ക് ഉണ്ട്. ടോർക്ക് ഇസ് പി ക്രോസ് ഇ, മാഗ്നിറ്റ്യൂഡ് ഇസ് പി ഇ സൈൻ തീറ്റ. ടോർക്ക് നമുക്കറിയാം ഒരു റൊട്ടേഷണൽ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ യൂണിഫോം ഫീൽഡിൽ ഒരു ലീനിയർ മോഷൻ ഉണ്ടായിരിക്കില്ല, ബട്ട് ദർ ഇസ് എ റൊട്ടേഷണൽ മോഷൻ. ഇനി ഇൻ എ നോൺ യൂണിഫോം ഫീൽഡ് ഓരോ പോയിന്റിലും ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ there will be a net force and also a torque. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് produces a linear motion or translatory motion and torque produces a rotational motion. അപ്പോൾ ഒരു നോൺ യൂണിഫോം ഫീൽഡിൽ dipole experiences a net force in addition to the torque. ടോർക്ക് കൂടാതെ ഒരു ഫോഴ്സ് കൂടിയുണ്ട്. അതുകൊണ്ട് there will be a linear motion as well as a rotational motion for the dipole. ഇനി ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. നമ്മുടെ ആദ്യത്തെ ഡെറിവേഷൻ ഇലക്ട്രിക് ഫീൽഡ് along the equatorial line of an electric dipole. ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇലക്ട്രിക് ഫീൽഡ് along the equatorial line for a point dipole is equal to 1/4 pi epsilon naught p divided by r cube, and it is opposite to the direction of dipole moment എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം field along the axial line is 2 times the field along the equatorial line. നമ്മുടെ സെക്കൻഡ് ഡെറിവേഷൻ ഡൈപോൾ ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കണ്ടു ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലുള്ള ഡൈപോളിൻ്റെ കേസിൽ the net force on the dipole is 0. So there will be no linear motion or translatory motion for the dipole. പക്ഷേ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ the dipole experiences a torque, and torque is given by vector p cross vector e. That is, its magnitude is pe sin theta and its direction is perpendicular to both the dipole moment and electric field. ഇവിടെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ടോർക്ക് ഉണ്ടാകുന്നത് കൊണ്ട് the dipole experiences a rotational motion. അപ്പോൾ ഒരു യൂണിഫോം ഫീൽഡിൽ ഒരു ലീനിയർ മോഷൻ ഉണ്ടായിരിക്കില്ല, പക്ഷേ the dipole experiences a rotational motion. ഇനി ഒരു നോൺ യൂണിഫോം ഫീൽഡിൻ്റെ പല ഭാഗങ്ങളിലും ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസമുള്ളതുകൊണ്ട് dipole experiences a net force in addition to torque. ടോർക്കിനോടൊപ്പം ഒരു ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. The force produces a linear motion and torque produces a rotational motion. അതായത് in a non-uniform field there would be a linear motion as well as a rotational motion for the dipole. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, താങ്ക് യു.